ഇപ്പൊ ബിഗ് ബോസില് രണ്ടുപേരും തമ്മിൽ ഭയങ്കര പ്രശ്നം നടക്കുകയാണ്. ആരാന്ന് നമുക്കറിയായിരിക്കും, നിങ്ങൾ കണ്ടതായിരിക്കും. ഇനി വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് പ്രത്യേകം എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദില നൂറ ഇവരെ ലാസ്റ്റ് വീക്ക് സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇവരുടെ ഗെയിമിംഗ് വളരെ വ്യത്യാസങ്ങൾ വന്നു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. കാരണം ആദിലയ്ക്ക് വെളിയിൽ നല്ല സപ്പോർട്ട് കിട്ടി എന്ന് തോന്നി തുടങ്ങിയ നിമിഷം മുതൽ ആദിലയുടെ സ്വഭാവത്തിൽ വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി തരം താഴ്ന്ന ഗെയിമിലേക്ക് പോവുകയാണോ എന്ന് പോലും പ്രേക്ഷകരടക്കം ചോദിക്കുന്നുണ്ട്. ഇന്നലെ ഹോട്ടൽ ടാസ്കിൽ നമ്മൾ കണ്ടിരുന്നു ആദില വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. ആദില അനീഷ് തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞ് ആദിലയോട് അനീഷ് വന്ന് പറയുകയാണ്, നീ കിച്ചണിലിരിക്കുന്ന പാത്രങ്ങൾ കഴുകി വെക്കണം എന്ന്. അത് കഴുകി വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറ്റത്തില്ല, താൻ തൻ്റെ കാര്യം നോക്കി പോടോ എന്ന് വരെ എടുത്തു പറയുന്നുണ്ട്. അനീഷ് വീണ്ടും നിർബന്ധിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ആദില തനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ആദില പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അനീഷ് പോയിട്ട് കഴുകാനായിട്ട് പോവുകയും ഒറ്റയ്ക്ക് കഴുകാൻ തുടങ്ങുമ്പോൾ ആദില ഓടി വന്നിട്ട് അതിനെ അലങ്കോലപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. വളരെ മോശം ബിഹേവിയർ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആദില വന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓടി വന്നിട്ട് അനീഷിനെ തട്ടി മാറ്റുകയാണ് ചെയ്തത്. ആ ടാസ്കിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ആര്യനും അക്ബറും സൂചിപ്പിക്കുകയുണ്ടായി. കാരണം ആദില പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫൈറ്റ് നടക്കാൻ പോവുകയാണ്. അനീഷ് പരാതിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആദില അവിടെ രക്ഷപ്പെടുകയാണ്. അനീഷ് അടുത്തേക്ക് വരികയും അനീഷ് അറിയാതെ കൈകൊണ്ട് ആദിലെ തട്ടി മാറ്റുകയും ചെയ്യുന്നു. അത് നമുക്ക് ലൈവ് കണ്ട വ്യക്തമാണ്. അനീഷ് അറിയാതെ കൈകൊണ്ട് തട്ടി മാറ്റുന്നതാണ്. ഉടനെ തന്നെ ആദില അനീഷിൻ്റെ പുറത്തേക്ക് അടിക്കുകയുണ്ടായി. അപ്പോൾ അനീഷിന് പരാതി ഇല്ല എന്ന ഒരു കാരണം കൊണ്ട് മാത്രം ഇതൊരു ഉപദ്രവം ആണ് എന്ന ഒരു തരത്തിലേക്ക് ഇത് പോയില്ല. ആദില ഇവിടെ കാണിക്കുന്നത് വളരെ മോശം ഗെയിമാണെന്ന് നമുക്ക് ആ ഒറ്റ കാര്യം കൊണ്ട് മനസ്സിലാകും. അത് മാത്രമല്ല, അനീഷ് വളരെ മാന്യമായിട്ടാണ് വന്ന് പാത്രം കഴുകൂ എന്ന് പറഞ്ഞത്. തൻ്റെ സൗകര്യത്തിനനുസരിച്ച് എനിക്ക് കഴുകാൻ സാധിക്കില്ല എന്ന് ആദില എടുത്തു പറയുകയുണ്ടായി. എന്നിട്ട് എന്താണ് ആദില ബാക്കിയുള്ള മത്സരാർത്ഥികളോട് പറഞ്ഞത്? ഇതെൻ്റെ റിഫ്ലക്സ് ആക്ഷനാണ്, എന്നെ ആര് തൊട്ടാലും ഞാൻ തല്ലും. ഇൻ കേസ് ആ സ്ഥാനത്ത് നൂറയാണെങ്കിൽ പോലും ഞാൻ തല്ലുമെന്നാണ് പറയുന്നത്. അതിനെ വളരെ കോമഡിയായിട്ട് അല്ലെങ്കിൽ ആക്കിക്കൊണ്ട് ആര്യൻ സംസാരിക്കുന്നുണ്ട്. ആര്യൻ അപ്പോൾ പറയുകയുണ്ടായി, ഞാൻ ഇനിയും തൊട്ട് നിൻ്റെ അടുത്ത് വരുന്നില്ല, ഞാൻ 100 മീറ്റർ മാറി നടന്നൊക്കെ സംസാരിച്ചോളാം എന്നെടുത്ത് പറയുകയുണ്ടായിരുന്നു. ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ കൃത്യമായിട്ടും ഇത് ചോദിക്കുകയും ഇവർക്ക് വേണ്ട രീതിയിലുള്ള ഡോസ് കൊടുക്കുകയും ചെയ്യണം. കാരണം പുറത്ത് വലിയ സപ്പോർട്ട് കിട്ടി എന്നന്ന് അവർക്ക് തോന്നുകയും അതിൻ്റെ ഭാഗമായിട്ട് വളരെ മോശമായിട്ടൊരു ഗെയിമിലേക്കാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൃത്യമായ താക്കീതും കാര്യങ്ങളും കൊടുത്തില്ലെങ്കിൽ വരും നാളുകളിൽ വമ്പൻ പ്രശ്നങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ അനീഷ് എന്നൊരു മത്സരാർത്ഥി, അദ്ദേഹം എത്ര വൃത്തിയായിട്ടാണ് ബിഗ് ബോസിൽ ഗെയിം കളിക്കുന്നതെന്ന് ഇന്നലത്തെ 2 എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. ആസിഫിക്ക മിറാഷ് എന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ എടുത്തു പറയുകയുണ്ടായ ഒരു കാര്യമുണ്ട്. പലരുടെയും ഡയലോഗും കാര്യങ്ങളും പുറത്തും ഭയങ്കര ട്രെൻഡാണ്. അത് അനീഷിനെ ഉദ്ദേശിച്ചാണ്. കണ്ണടച്ച് കിടക്കണം ഞാൻ കണ്ടു എന്ന ഡയലോഗ് വളരെ എന്താ പറയുക, പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ സുരാജേട്ടൻ ഒരു സ്കിറ്റിൽ ആ ഡയലോഗ് എടുത്തു പറഞ്ഞ് അത് വീണ്ടും ട്രെൻഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഇവിടെ കമൻറ്റ് ചെയ്യുക.